എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അവിൽ ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണണേ. ഞാനിവിടെ 1/2 കിലോ അവിൽ എടുത്തിട്ടുണ്ട്. 500 ഗ്രാം ആണ്. അതൊരു ഉരുളിയിലേക്ക് ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കനം കുറഞ്ഞ ടൈപ്പ് അവിൽ വേണോട്ടോ ഇതിനെടുക്കാനായിട്ട്. അത് വെള്ളയായാലും ബ്രൗൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഏത് അവിലായാലും നമുക്ക് എടുക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ബ്രൗൺ അവിലിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിവിടെ വെള്ളയെ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വെള്ള അവിൽ എടുത്തത്. ഇത് ഉരുളിയിലിട്ടൊന്ന് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ചൂട് കയറ്റി കൊടുക്കാം. റസ്ക് പൊഴിയുന്ന പോലെ പൊടിഞ്ഞു കിട്ടുന്ന പാകമൊന്നും വേണ്ട, ഒന്ന് ചൂട് കയറിയാൽ മതി. അവിലെല്ലാം ഒന്ന് ചൂടായി കിട്ടിക്കോട്ടെ. അതുവരെ നമുക്ക് ഇത് എല്ലാ ഭാഗവും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു കിട്ടുന്ന പാകം അത്രയും മതി. അവിലിങ്ങനെ ചുരുണ്ടു പോണ രീതിയിൽ ചൂടാക്കൊന്നും വേണ്ട, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിനുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക, എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിനൊരു അവലൂസുണ്ടയുടെയൊക്കെ ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും. ഇത് ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരുന്നോളൂ. ഇപ്പം നമ്മളെടുത്ത അവിൽ എല്ലാം പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് ശർക്കരയാണ്. 1/4 കിലോ ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തേങ്ങയും ചേർത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങ അതും ചേർത്തിട്ടുണ്ട്. ചുരണ്ടി എടുത്താലും മതി കേട്ടോ, അതായിരിക്കും നമുക്കിങ്ങനെ മിക്സിയിൽ ചതച്ചെടുക്കാൻ എളുപ്പം. അതിൻ്റെ കൂടെ 2 കഷ്ണം ഏലക്കയും കൂടെ ചേർക്കണേ. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. ചേർത്തിട്ടുണ്ട്, പക്ഷെ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഇനി നമുക്ക് ഈ മിക്സ് ഈ പൊടിയിലേക്ക് ഇട്ട് നമ്മൾ പുട്ടിന് പൊടി മിക്സ് ചെയ്യൂലേ, ആ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയുടെയും തേങ്ങയുടെയും നനവൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ കൈകൊണ്ട് പുട്ടിൻ്റെ പൊടി നമ്മൾ തിരുമ്മി എടുക്കണ പോലെ എല്ലായിടവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് വീണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ മാറ്റി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇത് പൊടിച്ചെടുക്കാം. അതിനകത്ത് പൊടിയാത്ത തേങ്ങയൊക്കെ ഉണ്ടാവും. ശർക്കര എല്ലായിടത്തും മിക്സ് ആവാനും തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞ് അതും കൂടെ മിക്സ് ആവാനും നമ്മൾ ഇതേപോലെ പൊടിച്ചെടുക്കുന്നത് നല്ലതാണ്. കണ്ടില്ലേ, ഇപ്പം അതിൻ്റെ കളറ് പിന്നെ ഒന്ന് മാറി. ഇത് എല്ലായിടത്തും നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ അവിലും തേങ്ങയും ശർക്കരയും എല്ലാം ഇതേപോലെ പൊടിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് അതിനകത്തേക്ക് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും കൂടെ വറുത്ത് ചേർക്കലാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല രസമാട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കാഷ്യൂനട്ടൊക്കെ കടിക്കണത് നല്ല രസമാണ്. അതുകൊണ്ട് ഉള്ളവർ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യിന് ചൂടുണ്ടാവും, അതുകൊണ്ട് കൈകൊണ്ട് മിക്സ് ചെയ്യരുത്. ഏതെങ്കിലും സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് വേറെ ഒന്നുമില്ല. ഇനി നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതിന് ചൂട് വേണം നിർബന്ധമൊന്നുമില്ല, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. കറക്റ്റ് നമുക്കൊരു അവലൂസുണ്ട എങ്ങനെ കഴിക്കണോ അതേപോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്. നമ്മൾ അവലൂസുണ്ടയൊക്കെ ചൂടോടുകൂടി പിടിക്കേണ്ടി വരും. ഇത് ചൂടോടുകൂടി പിടിക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരിക്കലെങ്കിലും ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരുന്നോളും. നല്ല ടേസ്റ്റിയാണ്. റെസിപ്പി ഇഷ്ടമായ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും കൂടെ ചെയ്യണേ. ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കണം. താങ്ക്